BCCയിലേക്ക് വന്ന് രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ലാഭം മാത്രം ആഗ്രഹിക്കുന്ന ഒരു പ്രോസസ് അല്ല. അത് ശരിക്കും നമ്മളെ നാടിനെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് സത്യത്തിൽ BCCയിൽ വന്നതിന് ശേഷം. അപ്പം ബിസിനസ്സിലൂടെ നമ്മൾ കെട്ടിപ്പടുക്കുന്നത് നമ്മളെ ഒരു വെൽത്ത് മാത്രമല്ല, ഒരു നാടിന്റെ സമ്പത്തും കൂടെയാണ് എന്ന ഒരു കൃത്യമായ തിരിച്ചറിവ് എനിക്ക് നൽകിയത് BCC ആണ്. അപ്പൊ അതിന് ശേഷം ഞാൻ പിന്നെയാണ് ഞാൻ എൻ്റെ ബിസിനസ്സിനെ സ്ട്രക്ചർ ചെയ്യാനും അതിനെ ഒരു ഡെവലപ്പ് ചെയ്യാനൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. കാരണം അതിന്റെ മുന്നേ എനിക്ക് അങ്ങനെ ചിന്ത വരാത്തതിന്റെ കാരണം ഇത് ഇത്രക്ക് മതി എന്നൊരു ചിന്തയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ BCCയിൽ വരുന്നത്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞത്. അതായത് BCCയിൽ വരുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു ചുറ്റുപാടൊക്കെ മതി എന്നതും BCCയിൽ വന്നതിന് ശേഷം ഇത് പോരാ, ഇത് കൃത്യമായ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മുന്നോട്ട് പോയിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിലേക്കെങ്കിലും എത്തിക്കണം എന്ന ഒരു വിഷനും മിഷനും മനസ്സിലും പ്രവർത്തനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് BCCയിൽ വന്നതിന് ശേഷം. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പിന്നെ BCCയിൽ വന്നതിന്റെ ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഞാൻ ഡോക്ടർ രണ്ടാമത്തെ മീറ്റിങ്ങിന് ഹിബയായിട്ട് മീറ്റിംഗ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഹിബ എനിക്ക് ടൈം തന്നു. പക്ഷെ ആ ദിവസത്തിന്റെ 2 ദിവസം മുന്നുള്ള ക്ലാസ്സിൽ ഞാൻ എന്തായിരുന്നോ ഡോക്ടറോട് ചോദിക്കാനും ഡിസ്കസ് ചെയ്യാനും ആഗ്രഹിച്ചിരുന്നത് അതേ വിഷയം തന്നെയായിരുന്നു അന്നത്തെ ക്ലാസ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഹിബിനോട് പറഞ്ഞു എനിക്ക് മീറ്റിംഗിന്റെ ആവശ്യമില്ല, ഞാൻ ആ ക്ലാസ് കേട്ടു, അതിൽ കിട്ടി എനിക്ക് എന്റെ റിപ്ലൈ എന്ന് പറഞ്ഞു. അത് ഞാൻ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്താണ് അവിടെ അന്നത്തെ ക്ലാസ്സിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ക്യാച്ച് ചെയ്ത പ്രധാനപ്പെട്ട ഒറ്റ സെന്റൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വിഷയമല്ല, എന്റെ പ്രശ്നമല്ല അത് എന്ന ആ ഒരൊറ്റ വാക്ക്. അങ്ങനെ ഞാൻ 3.5 ലക്ഷം പോയാലും ശരി ആ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നില്ല, അതെന്റെ പ്രശ്നമല്ല. ഞാൻ അങ്ങനെ തന്നെ ആ ഒരു മൈൻഡ് വെച്ചിട്ട് തന്നെ ഞാൻ അതിലേക്കില്ല എന്നൊറ്റ മറുപടിയോട് കൂടി പറഞ്ഞു. ഞാൻ അതിൽ പിന്തിരിഞ്ഞു. ഇപ്പോഴും ആ കമ്പനി അതേപോലെ നിൽക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ നിലവിൽ നന്നായിട്ട് ഓടുന്ന കമ്പനികളും ഫ്ലോപ്പ് ആവും. അവിടെ പോയിട്ട് 10, 25, 50 ലക്ഷം എനിക്ക് വീണ്ടും നഷ്ടപ്പെടും. അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് ഒരു തിരിച്ചറിവും ഉണ്ടാവാനും ഉള്ള പ്രധാനപ്പെട്ട കാരണം BCC ആണ്. BCC ആണ്, ഡോക്ടർ ക്ലാസ് ആണ്. അതിലൂടെ വന്ന നമ്മൾ മലയാളത്തിൽ പറയുന്ന വകതിരിവ് എന്ന് പറയാം. ആ വകതിരിവ് ആണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ BCCയിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് സ്ട്രക്ചറുകളൊക്കെ റെഡിയാക്കി, പ്രോഫിറ്റ് മാർജിൻ കൂട്ടി. ഇതൊക്കെ ഞാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തത് BCCയിൽ വരികയും BCCയിലുള്ള ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചിലപ്പോൾ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാതിരിക്കാം, പക്ഷെ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുകയും അത് കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് BCCയിൽ വന്നത് ബിസിനസ് മേഖലയിലും എൻ്റെ പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. ഞാൻ ശരിക്കും ഒരു ഭയങ്കര റാഷ് പാരന്റിങ്ങിൻ്റെ ആളാണ്. അപ്പോൾ അത് ക്രമേണ പെട്ടെന്ന് എനിക്ക് എന്തായാലും മാറ്റാനില്ല. അത് ക്രമേണ മാറ്റി വന്നു. ഞാൻ കുറെ ഇപ്പോഴും ഞാനൊരു 40% ഞാൻ മാറ്റിയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി 60% ഇനിയും മാറ്റാണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് പെരുമാറണമെങ്കിലും ഇടപഴകണമെങ്കിലും എനിക്ക് ഈ ബിസിനസ്സിന് കുറച്ചും കൂടെ ഒരു റിലാക്സ് കിട്ടേണ്ടതുണ്ട്. അപ്പം അത് ഒരു 6 മാസം ഈ ഡിസംബറിന്റെ മുന്നായിട്ട് നമ്മൾ BCCയിലെ ലാസ്റ്റ് ഫംഗ്ഷന്റെ മുന്നായിട്ട് ഞാനത് കംപ്ലീറ്റ് ആക്കും. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മളെ ഭാര്യയുടെ അടുത്തൊക്കെ ആകുമ്പോൾ ഞാൻ പറയുന്ന ഞാൻ ഈ 90% ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഭാര്യയുടെ അടുത്തുള്ള പെരുമാറ്റത്തിലും ഇടപഴകലും ഒക്കെ 90% ഞാൻ റെഡിയാണെന്ന് പറയാം. 10% റെഡി ആകാനുള്ളൂ. അപ്പൊ ഇതൊന്നും എന്തായിരുന്നു BCCക്ക് വരുന്ന എൻ്റെ മുന്നിൽ ഞാൻ റെഡി ആക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇത്ര കൃത്യതയോടുകൂടി അതിനുള്ള പരിശ്രമം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ BCCയിൽ വന്നതോടെ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ കുറെ മൈൻഡ് റിലാക്സ്ഡ് ആയി. ചില ദിവസങ്ങളൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, എങ്കിലും പൊതുവെ മൈൻഡ് റിലാക്സ്ഡ് ആയി. നമുക്ക് കുറച്ചൊക്കെ ഫ്രീ ടൈം കിട്ടി. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ആക്കി കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ സാധിച്ചതെന്ന് എനിക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ BCC ലൈഫ് ബിസിനസ് മേഖലകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പോ എന്നെ കാണുമ്പോൾ തന്നെ ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കും, എന്താ കോസ്റ്റ്യൂമൊക്കെ മാറി ആകെ ചെറുപ്പക്കാരനായല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ എന്ന് നമ്മൾ വയസ്സായി നടക്കാൻ പറ്റുമോ, അപ്പൊ നമ്മളൊന്ന് ചുറുചുക്കോടെ മുന്നോട്ട് പോകണ്ടെന്നൊക്കെ പറയും. സത്യമാണ്, ഞാൻ എൻ്റെ വസ്ത്രധാരണ രീതി വരെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ആളുകളോട് സംസാരിക്കുന്ന രൂപത്തിലാണെങ്കിലും പെരുമാറുന്ന രൂപത്തിലാണെങ്കിലും സ്റ്റാഫിന്റെ അടുത്ത് പെരുമാറുന്ന രൂപത്തിലാണെങ്കിലും ഒക്കെ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി, അത് ഞാൻ നോ പറയാനൊന്നും എനിക്ക് യാതൊരു പ്രയാസമില്ല ആളല്ല ഞാൻ ആദ്യം. പക്ഷെ ഇപ്പൊ നോ പറയുമ്പം അതിന്റെ കാരണം കൂടി വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു സ്വഭാവം അടുത്തുണ്ട്. അതൊക്കെ BCCയിൽ വന്നതിന്റെ ശേഷം ആദ്യമൊക്കെ ഞാൻ നോ പറയും, പിന്നെ അവൻ എന്ത് ചെയ്താലും ശരി ഞാൻ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം അതൊക്കെ മാറ്റി ഒരു എന്താ പറയാ, ഞാൻ കുറച്ചൊക്കെ ഡീസെന്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടത്തിൽ